പക്ഷെ തമ്മി കണ്ടാൽ അടിയാം. ഇനി തള്ളുകളുടെ തള്ളെന്ന് പറഞ്ഞാൽ പോലും തള്ളുന്നവർക്ക് പോലും അപമാനം. അതുകൂട്ട് തള്ളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പല്ലും നഖവുമെല്ലാം അവർ തല്ലിക്കൊഴിച്ചു. എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി? അബൂബക്കർ ഒഴികെ ഏതെങ്കിലും ഖലീഫ സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ? അന്ന് ബ്രിട്ടനും അമേരിക്കയൊന്നും ഈ ഭൂമിയിലില്ല. എന്തേ? സേവ് ഗാസക്കാർക്ക് സിറിയ സേവ് ചെയ്യണ്ടേ? സേവ് ഗാസക്കാർക്ക് പാകിസ്ഥാൻ സേവ് ചെയ്യണ്ടേ? സേവ് ഗാസക്കാർക്ക് ബംഗ്ലാദേശ് സേവ് ചെയ്യണ്ടേ? പുറമേ നിന്നുള്ളവർക്ക് ഒന്നാലേ കൊലയാവുകയുള്ളൂ. വികസിത രാഷ്ട്രങ്ങളായിരുന്നു ഈ ലബനോനും സിറിയയും എന്ന് നിങ്ങൾ ഓർക്കണം. ഇറാനും ഇറാഖുമെല്ലാം നിങ്ങളെ തകർത്തരിപ്പണമാക്കിയില്ലേ? ഇത് കേട്ടതിന് ശേഷം ചിരിക്കണോ ചിന്തിക്കണോ അഥവാ പൊട്ടിക്കരയണമോ എന്ന് തീരുമാനിക്കേണ്ടത് അന്യമത വിമർശകരായിരിക്കുന്ന ഇസ്ലാമിക നേതാക്കളാണ്. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കുകയാണ് വഴിപിഴച്ചത് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് ബൈബിൾ തിരുത്തിയതാണ് എന്ന്. ഞങ്ങൾക്കൊരു നല്ല ഗ്രന്ഥമുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു നേതാവുണ്ട് എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം അന്യമത വിമർശനത്തിന് ഇറങ്ങിയിരിക്കുന്ന സാഖിർ നായിക്കിനെ പോലെയുള്ള അവർക്കെതിരെ ഒരു വിരൽ പോലും അനക്കാത്ത നല്ലവരെന്ന് അവകാശപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്, ഒന്ന് പൊട്ടിക്കരയണോ അഥവാ പൊട്ടിച്ചിരിക്കണോ എന്നുള്ളത്. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ വായിക്കുന്നത് ഖുർആൻ 3-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യമാണ്. ശത്രുക്കൾ രഹസ്യ പദ്ധതികൾ നടത്തി അള്ളാഹു രഹസ്യമായ നിലയിൽ അതിനെ തിരിച്ചടിച്ചു. അള്ളാഹു ഏറ്റവും കൂടുതൽ രഹസ്യ പദ്ധതികൾ നടപ്പിലാക്കുന്നവനാണ്. ദ ബെസ്റ്റ് ഡിസീവർ. 3:54 ഖുർആൻ 3-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇനി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യമാണ് വായിക്കുന്നത് ഖുർആൻ്റെ. അവർ തന്ത്രം മെനയുന്നു, അള്ളാഹുവും തന്ത്രം മെനയുന്നു, അള്ളാഹു തന്ത്രം മെനയുന്നവരിൽ ഉത്തമനാണ്. നിങ്ങൾ തീരുമാനിക്കുക ഇത് കേട്ടതിന് ശേഷം കരയണോ ചിന്തിക്കണോ അഥവാ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ എങ്ങനെയാണ് നിങ്ങളെ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇത് ഇനി ഇംഗ്ലീഷിലുള്ളതെന്ന് വായിക്കാമേ. ഇംഗ്ലീഷിൽ 3-ാം അധ്യായത്തിൻ്റെ 54 വായിക്കുകയാണ്. ദ ഡിസ്ബിലീവിംഗ് കൺസ്പയർഡ് സീക്രട്ട്ലി ബട്ട് അള്ളാഹ് covertedly designed his plan. The Allah is the best of secret planners. യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഡിസീവർ എന്നാണ്. ഇവിടെ പറയുന്നത് സീക്രട്ട് പ്ലാനർ, ഏറ്റവും ബെസ്റ്റായ രഹസ്യതന്ത്രജ്ഞൻ അല്ലാഹുവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഡിസീവ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തർജ്ജമ നോക്കിയാൽ കാണാം. ഡിസീവ് എന്ന് പറഞ്ഞാൽ തന്ത്രം മെനയുക, ചതിയൊരുക്കുക. ഇതൊക്കെ ശരിക്കും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സൃഷ്ടാവായ ദൈവം എന്താണെങ്കിലും ആ പണിക്ക് നിൽക്കുകയാണ്, നമുക്കറിയാമല്ലോ. ഇച്ഛിച്ചാൽ മതി സൃഷ്ടാവിന്, തന്ത്രം മെനയേണ്ട കാര്യമില്ല. പക്ഷേ ബെസ്റ്റ് ഓഫ് സീക്രട്ട് പ്ലാനർ നോക്കിയേ, രഹസ്യ പദ്ധതിക്കാരൻ. ഈ രഹസ്യ പദ്ധതി വഴി അള്ളാഹു കബളിപ്പിച്ചത് ക്രിസ്ത്യാനികളെയാണോ മറ്റു മതസ്ഥരെയാണോ അതോ ഇസ്ലാം മത വിശ്വാസികളെയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാമിക നേതാക്കൾ തന്നെയാണ്, പ്രത്യേകിച്ച് അന്യമത വിമർശനം നടത്തുന്നവർ. 8-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. Allah was planning his strategy. Allah is the best of secret planner. എങ്ങനെയുണ്ട്? ഇതാണ് സ്ഥിതി. അപ്പോൾ ഏറ്റവും രഹസ്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവൻ അള്ളാഹാണ്. അപ്പോൾ അള്ളാഹു രഹസ്യമായി നടത്തിയ പദ്ധതികളുടെ ഇരകളാണ് ഇമാം അക്ബർ, ഇരകളാണ് ഇവിടുത്തെ തീവ്രവാദി സംഘടനകൾ, ഇരകളാണ് ഇവിടെ നാട് വിട്ടു പോകുന്നവർ, സിറിയയിലേക്ക് ആടുമേക്കാൻ പോകുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പാകിസ്ഥാനിൽ ന്യൂനപക്ഷത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സീക്രട്ട് പ്ലാനിൽ നിങ്ങൾ ഇരകളായി പോയി. അപ്പോൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നുപോലെ ഈ സീക്രട്ട് പ്ലാനിന് ഇരകളാകുന്നു എന്നല്ലേ അർത്ഥം? ഇതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയല്ലേ ഇമാം അക്ബർ അടക്കമുള്ളവർ അന്യമത വിമർശനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഈ അപകർഷതാ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഈ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കാതിരിക്കുന്നതിന് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളോട് പറയുകയാണ് ബൈബിൾ തെറ്റിയതാണ്. അപ്പോൾ അവർ ചിന്തിക്കില്ല. ഇനി ഞാൻ നിങ്ങളെ വഞ്ചനയുടെ മറ്റൊരു മുഖം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കാം. ഇവിടെ ഉപയോഗിക്കുന്നത് ഖുർആൻ മാത്രമാണ്, മറ്റ് പ്രമാണരേഖകളൊന്നുമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്രകാരം 2-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം ഖുർആൻ, അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. ഉത്തമ സമുദായമേ പാകിസ്ഥാനിൽ തമ്മിലടിക്കും, ഭൂരിപക്ഷമായാൽ തമ്മിലടി, ന്യൂനപക്ഷമാണെങ്കിലോ അവിടുത്തെ ജനാധിപത്യ മര്യാദകൾ നൽകുന്ന ആ ജനാധിപത്യ മര്യാദകളിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷമാകാൻ വേണ്ടി പിടിച്ച് കയറി 2047 ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷെ നിങ്ങളിതിൻ്റെ ഇരകളാണ്. ഞങ്ങൾക്ക് ലെവലേശം പോലും നിങ്ങളോട് വെറുപ്പില്ല. കാരണം എന്താ? ഇപ്പോൾ നമ്മളറിയാം മദ്യപാനിയെ നമ്മൾ സ്നേഹിക്കും, മദ്യത്തെ നമ്മൾ വെറുക്കും. എന്തുകൊണ്ടാണ്? ഈ മദ്യം എന്ന് പറയുന്നതിൻ്റെ ഇരയാണ്. ഇമാം അക്ബറിനെ പോലെയുള്ളവരോട് ഞങ്ങൾക്ക് സഹതാപമാണ്.
എന്തിനു പറയുന്നു? ബിൻ ലാദനെ പോലും ഞങ്ങൾക്ക് മനസ്സിലാകും. ലോകം വെറുത്ത ഏറ്റവും വലിയ ഭീകരവാദിയായി കാണുന്ന ബിൻ ലാദൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രമാണങ്ങൾ പഠിച്ചു. ആ പ്രമാണങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥമായ വൈറസ് ഈ പ്രമാണങ്ങളാണ്. ഈ വൈറസ് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് കാരുണ്യമാണ്, സ്നേഹവും കരുണയുമാണ് ഉള്ളതെന്ന്. അതുകൊണ്ടാണ് ജീവൻ പണയം വെച്ച് പോലും അനേകർ നിങ്ങളോട് സത്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല സമുദായമാണ് 2:143 ഖുറാൻ. പക്ഷേ ഈ ഉത്തമ സമുദായം എങ്ങനെയാണ് കാണപ്പെടുന്നത്? സിറിയയിൽ ഒരു സൈഡിൽ തുർക്കിയ ഇപ്പോൾ അടി നടക്കുവാണ്, അപ്പുറത്തെ സൈഡിലാരാ? ഇറാനാ. വിശ്വസിക്കുന്ന ഏതാ? ഒറ്റ ഗ്രന്ഥം, ഒറ്റ പ്രവാചകൻ, ഒറ്റ ദൈവമാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷെ തമ്മി കണ്ടാൽ അടിയാ. ഇനി വീണ്ടും ഖുറാൻ 3-ാം അധ്യായത്തിന് 110 ഈ കാലഘട്ടത്തിൻ്റെ പ്രയോഗമനുസരിച്ച് തള്ള് എന്ന് പറഞ്ഞാൽ തള്ളുകളുടെ തള്ളെന്ന് പറയാം. തള്ളുകളുടെ തള്ളെന്ന് പറഞ്ഞാൽ പോലും തള്ളുന്നവർക്ക് പോലും അപമാനം. അതുകൂട്ട് തള്ളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. അടിതൊന്നും കേട്ടിട്ട് എം അക്ബറിന് മനസ്സിലാകുന്നില്ല, ഇത് വായിച്ചിട്ട് മുഹമ്മദ് സിക്ക് മനസ്സിലാകുന്നില്ല, അന്യമത വിമർശനം നടത്തുന്ന ഇസ്ലാമിക നേതാക്കൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഇത്രത്തോളം ഒരു തള്ള്. ആ തള്ളു കേട്ടോ. മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായം നിങ്ങളാകുന്നു. എങ്ങനെയുണ്ട്? ഒരു എണ്ണ കണ്ടുപിടിക്കാനും സാങ്കേതികമായി വളരാനും അമേരിക്കൻ, യൂറോപ്യൻ ശക്തികളുടെ സഹായം വേണം. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ വികസിത രാഷ്ട്രങ്ങളായി മാറിയത്. എന്നിട്ട് അവർ ഉത്തമമാണെന്ന് പറയുന്നു. എന്നാണ് സൗദിയിൽ സമാധാനമുണ്ടായത്? പാശ്ചാത്യ രാജ്യങ്ങളുമായി സഖ്യത്തിൽ വന്നതിന് ശേഷമാണ്. മാത്രവുമല്ല, അവർ സ്ട്രിക്റ്റ്ലി ഇസ്ലാമിനെ ഒരു റിലീജിയനാക്കിയിട്ടാണ് സൗദിയിലെ ഭരണകൂടം ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്, UAE ഭരണകൂടം ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പല്ലും നഖവുമെല്ലാം അവർ തല്ലിക്കൊഴിച്ചു. എന്നിട്ട് നിങ്ങൾ റിലീജിയനായിട്ട് വേണം കൊണ്ടുനടന്നോളാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ നോക്ക്. ഉത്തമ സമുദായം പാകിസ്ഥാനിൽ ഉത്തമ സമുദായമായത്, ബംഗ്ലാദേശിൽ ഉത്തമ സമുദായമാണ്, സിറിയയിൽ ഉത്തമ സമുദായമാണ്. സിറിയയിൽ ഇപ്പോൾ അലപ്പോ നഗരം പിടിച്ചു ആരാ? വിമതർ, HTS തീവ്രവാദി സംഘടന. അവരുടെ പുറകിൽ ആരാ? തുർക്കിയ. ബാഷർ അൽ ആസാദിനെ സഹായിക്കുന്ന ആരാ? ഇറാനാ. തമ്മിലടിക്കുവാണ്. എന്നിട്ട് കുറ്റം മുഴുവൻ അമേരിക്കയ്ക്കും യഹൂദിനും. ഇതെന്ന് തുടങ്ങി? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തൊട്ടുപുറകെ ആ കാലഘട്ടത്തിൽ തുടങ്ങി. കാരണം മദീന യഹൂദരിൽ നിന്ന് പിടിച്ചെടുത്തു, അതിനുശേഷം മക്ക കീഴടക്കുന്നു, തുടർന്ന് വരുന്ന ഖലീഫമാർ ചുറ്റുവട്ട പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കുകയാണ്. പിന്നെ അതിനിടയ്ക്കോ തമ്മി തല്ലിച്ചാവുകയാണ്. എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി? അബൂബക്കർ ഒഴികെ ഏതെങ്കിലും ഖലീഫ സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ? അന്ന് ബ്രിട്ടനും അമേരിക്കയൊന്നും ഈ ഭൂമിയിലില്ല. എന്നിട്ട് പറയുകയാണ് യഹൂദിനെ കണ്ടുപിടുത്തുക, അമേരിക്കയുടെ കണ്ടുപിടുത്തുക, സായിപ്പിൻ്റെ കണ്ടുപിടുത്തുക എന്ന് പറയുക. ഇത് കേട്ടിട്ട് പാവം മദ്രസ പുസ്തകങ്ങൾക്ക് പുറത്ത് ചിന്തിക്കാനാവാത്ത വിധം ബുദ്ധി കെട്ടപ്പെട്ടു പോയവർ അവരുടെ ഗതികേടല്ലാന്ന് എന്ത് പറയാനാ? അപ്പോൾ നോക്ക്, ഏറ്റവും ഉത്തമ സമുദായമാണ്. സിറിയയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന എത്ര പേരാ? 100 കണക്കിന് പേർ സിറിയയിൽ കൊല്ലപ്പെട്ടു. സേവ് ഗാസക്കാരെ കാണുന്നില്ല. എന്തേ? സേവ് ഗാസക്കാർക്ക് സിറിയ സേവ് ചെയ്യണ്ടേ? സേവ് ഗാസക്കാർക്ക് പാകിസ്ഥാൻ സേവ് ചെയ്യണ്ടേ? സേവ് ഗാസക്കാർക്ക് ബംഗ്ലാദേശ് സേവ് ചെയ്യണ്ടേ? ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എവിടെ കേരളത്തിലെ സെലിബ്രിറ്റികൾ? എവിടെ നിങ്ങളുടെ ധാർമ്മിക ബോധം? എവിടെ കോൺഗ്രസിൻ്റെ ധാർമ്മിക ബോധം? എവിടെ LDFിൻ്റെ UDFിൻ്റെ ധാർമ്മിക ബോധം? എന്തേ ഗാസയ്ക്ക് നോക്കുമ്പോൾ മാത്രം നോക്കുന്നത്? അർമേനിയൻ ക്രൈസ്തവർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കില്ല? കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് നൊന്നപ്പോൾ നിങ്ങൾക്ക് നൊന്നില്ല? ഈ കപട ധാർമ്മിക ബോധം, പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിമയാകുന്ന രാഷ്ട്രീയം കേരളത്തിലെ. സേവ് ഗാസ ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എന്തേ മാധ്യമങ്ങൾക്ക് അന്തിച്ചാനൽ ചർച്ചകൾക്ക് എടുക്കണ്ടേ? സിറിയയിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ട ദിവസം. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് എത്രയാ? സിറിയൻ സിവിൽ വാറിനോടനുബന്ധിച്ച് 5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു. എന്തേ നിങ്ങൾക്ക് അന്തിച്ചാനൽ ചർച്ചകൾ എടുക്കണ്ടേ? എന്തേ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് പ്രകടനം നടത്തണ്ടേ? പാകിസ്ഥാനിൽ ഓരോ ദിവസവും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഒരു സൈഡിൽ അഫ്ഗാൻ ഇസ്ലാമും മറു സൈഡിൽ പാകിസ്ഥാൻ ഇസ്ലാമും ആകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. സിറിയയിൽ ഒരു സൈഡിൽ തുർക്കി ഇസ്ലാമും മറു സൈഡിൽ ഇറാൻ ഇസ്ലാമും ആകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. പുറമേ നിന്നുള്ളവർക്ക് ഒന്നാലേ കൊലയാവുകയുള്ളൂ, നിങ്ങൾ ചെല്ലുമ്പോൾ കൊലയല്ല. ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസാണ് സിറിയ. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളെ പോലെയുള്ളവർ മിണ്ടാതിരിക്കണമല്ലേ? മിണ്ടുന്നവരെ മുഴുവൻ വർഗീയവാദികളാക്കുന്നു, പ്രതികരിക്കുന്നവരെയെല്ലാം ചില തീവ്ര നിലപാടുകാരാക്കി ചാപ്പ കുത്തുന്ന നെറികെട്ട നിലപാടുകൾ. എന്നിട്ട് ഈ കബളിപ്പിക്കൽ നിങ്ങളുടെ ഉത്തമ സമുദായമേ,
ന്യൂനപക്ഷമാകുമ്പോൾ ഇരവാദവും ഭൂരിപക്ഷമാകുമ്പോൾ തമ്മിൽ തല്ലും നടന്ന ഉത്തമ സമുദായം, എന്നിട്ട് ബൈബിൾ തിരുത്തിയതാണെന്നേ. യേശുവിൽ വിശ്വസിക്കരുതെന്നേ, യേശു രക്ഷകനല്ലെന്ന്, മുഹമ്മദിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ സ്ഥിതിയാണിത്. നിങ്ങൾ യേശുവിന് പകരമായി മുഹമ്മദിനെ സ്ഥാപിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതാ ഉത്തമ സമുദായം എന്ന് പറഞ്ഞ സ്ഥിതി എന്താണ്? എവിടെയെങ്കിലും സമാധാനമുണ്ടോ? ആഫ്രിക്കയിലെ സ്ഥിതി എന്താ? ഉയ്ഗുർ മുസ്ലിംസ്, ചൈന എമ്മാതിരി ക്രൂരമായ പീഡനമാണ് അഴിച്ചുവിടുന്നത്. ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം ഒരു ചെറുവിരൽ കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പോസ്റ്റ് കൊണ്ട് ചൈനയ്ക്കെതിരെ തിരിയുമോ? ഖത്തർ മിണ്ടുവോ? കുവൈറ്റ് മിണ്ടുവോ? സൗദി മിണ്ടുവോ? തുർക്കി മിണ്ടുവോ? മിണ്ടിയല്ല. ഇതാണ് നിങ്ങളുടെ ധാർമ്മിക ബോധം. ഗാസയ്ക്ക് വേണ്ടി മാത്രം നോക്കുന്ന പൈശാചിക തന്ത്രം. ഇവിടെയാണ് വായിച്ചത് ഖുർആൻ 3-ാം അധ്യായത്തിൻ്റെ 54-ഉം 8-30 വായിച്ചത്. ബെസ്റ്റ് ഓഫ് സീക്രട്ട് പ്ലാനർ. നിങ്ങൾ ഉപയോഗിച്ച വാക്കാണ് ഉപയോഗിക്കുന്നത്, യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല. ദ ഡിസീവർ എന്ന തർജ്ജമ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ എം നോട്ട് യൂസിങ് ദാറ്റ്. പകരം നിങ്ങൾ ഉപയോഗിച്ച വാക്ക് ദ ബെസ്റ്റ് ഓഫ് സീക്രട്ട് പ്ലാനർ, രഹസ്യതന്ത്രജ്ഞൻ. എന്തിനാണ് സൃഷ്ടാവ് രഹസ്യതന്ത്രജ്ഞൻ ഉണ്ടാക്കുന്നത്? അപ്പോൾ സൃഷ്ടാവല്ലെന്നുള്ള ഉറപ്പല്ലേ? ഒരു വാക്യം കൂടി വായിക്കാം. അവരുടെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ അവൻ ഇണക്കി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അള്ളാഹു ഇസ്ലാമിക വിശ്വാസികളുടെ ഹൃദയങ്ങളെ ഇണക്കി ചേർത്തിരിക്കുന്നു. ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്ത് ഉപയോഗിച്ചാലും ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കുവാൻ നിനക്ക് മുഹമ്മദിന് പറ്റില്ല എന്ന് അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്. പക്ഷേ എന്തു പറ്റും? എനിക്ക് പറ്റും. ഇത് പറഞ്ഞിട്ട് വർഷം എത്രയായി? ഇതേവരെ നടന്നിട്ടുണ്ടോ? ഇവിടെയും കബളിപ്പിക്കുകയാണ്. തന്ത്രജ്ഞൻ. നിങ്ങൾ ഏറ്റവും വലിയ ഒന്നാന്തര സമുദായമാണെന്ന് പറഞ്ഞ ആദ്യം, പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് തമ്മിൽ ഞാൻ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. എന്ത് ഐക്യവാ? തമ്മിൽ കാണുമ്പോൾ തല്ലുന്ന ഐക്യം. അപ്പോൾ അതുകൊണ്ട് ഈ 5 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കട്ടെ. ഒന്ന്, ഉത്തമ സമുദായമാണെന്നും പറഞ്ഞുള്ള അള്ളാഹുവും നടത്തിയിരിക്കുന്ന അവകാശവാദവും നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും, നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, കാശ്മീരിൻ്റെ സ്ഥിതി എന്താ? ആരാ കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? മറ്റു മതസ്ഥരാണോ? ഇന്ന് പശ്ചിമ ബംഗാളിൻ്റെ സ്ഥിതി എന്നാ? ആരാ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഭൂരിപക്ഷമാകുന്ന ഇടങ്ങളിൽ സൗദിയും UAE പോലെ ഉരുക്കുമിഷ്ടി കൊണ്ട് ഭരിക്കാത്ത നേതാക്കൾ എവിടെയുണ്ടോ അവിടെ ഒന്നും സമാധാനമില്ല. എന്നിട്ട് പറയണം ഉത്തമ സമുദായമാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുകയും നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പറയുന്നത് 3-54, 8-30 ദ ബെസ്റ്റ് ഓഫ് സീക്രട്ട് പ്ലാനർ, രഹസ്യതന്ത്രജ്ഞരിൽ ഒന്നാമൻ ഞാനാകുന്നു. ആ തന്ത്രത്തിൻ്റെ ഭാഗമായി നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോയി. ഇത് അക്ബറും സാക്കിർ നായിക്കും മുഹമ്മദ് ഇസയും മുജാഹിദ് ബാലുശ്ശേരിയും അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾ തിരിച്ചറിയുകയും വരാനുള്ള തലമുറയെങ്കിലും ഈ കെണിയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ബോധം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം ഭൂമിയിൽ ഇങ്ങനെ മറ്റൊരു മതമില്ല ഭൂരിപക്ഷമായി കഴിയുമ്പോൾ തമ്മിൽ തല്ലുന്നത്. അപ്പം ഇതിനെയാണോ നിങ്ങൾ ഉത്തമ സമുദായം എന്ന് വിളിക്കുന്നത്? അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മറ്റു മതസ്ഥരെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നത്? സമാധാനത്തിൽ മറ്റുള്ളവർ കഴിയുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ? ഞങ്ങളോ പെട്ടു. അക്ബറും മുഹമ്മദ് ഇസയും മുജാഹിദ് ബാലുശ്ശേരിയും സാക്കിർ നായിക്കും അടങ്ങുന്ന അവർ ചിന്തിക്കുന്നത് ഞങ്ങളോ പെട്ടുപോയി. അപ്പം നിങ്ങളും കൂടി രക്ഷപ്പെടരുത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരു പാകിസ്ഥാൻ ആക്കുവാൻ, ബംഗ്ലാദേശ് ആക്കുവാൻ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. പ്രഖ്യാപിത ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. ആ അവസ്ഥയിലേക്കല്ലേ, അഫ്ഗാനിസ്ഥാനിലേക്കല്ലേ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ബൈബിൾ വിമർശനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതല്ലെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല മാതൃക അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിലുണ്ട് എന്ന് പറയണം. അപ്പോൾ എന്ത് മാതൃകയാണെന്ന് ചോദ്യം വരും. അപ്പോൾ എളുപ്പം തന്നെ ബൈബിൾ തിരുത്തിയാന്ന് പറയലാം. എത്ര കാലം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് സിറിയയും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഇറാനും ഒക്കെ നിങ്ങളുടെ കണ്ടു തുറപ്പിക്കട്ടെ. സ്വന്തം പ്രസിഡന്റിന് സഞ്ചരിക്കുവാൻ ഒരു നല്ല ഹെലികോപ്റ്റർ പോലും ഉണ്ടാക്കുവാൻ സാധിക്കാത്ത വിധമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇറാനെ സഹായിച്ചത്. ഒരു കാലഘട്ടത്ത് പേർഷ്യൻ സാമ്രാജ്യം ഇന്നത്തെ അമേരിക്കയ്ക്ക് തുല്യമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യം ഇന്നത്തെ അമേരിക്കയ്ക്ക് തുല്യമായിരുന്നു. ആ കാലഘട്ടത്തിലെ 1000-1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ വികസിത രാഷ്ട്രമായിരുന്നു ഇറാനും ഇറാഖും ഒക്കെ, സിറിയയും ഒക്കെ, ലെബനോനും ഒക്കെ. ഇന്ന് സ്ഥിതി എന്താണ്? ആരുടെ സംഭാവനയാ? എന്തിനു മറന്ന് ആദ്യത്തെ ഇസ്ലാമിക രാജാവായ ഉമവി ഭരണകൂടം സിറിയ കീഴടക്കുമ്പോൾ അബ്ബാസിഡുകൾ ഇറാനും ഇറാഖും സിറിയയുമെല്ലാം കീഴടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ
അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യൂറോപ്പിനെയും അമേരിക്കയ്ക്കും തുല്യം നിൽക്കുന്ന വികസിത രാഷ്ട്രങ്ങളായിരുന്നു ഈ ലബനോനും സിറിയയും എന്ന് നിങ്ങൾ ഓർക്കണം. ഇറാനും ഇറാഖുമെല്ലാം നിങ്ങളെ തകർത്തരിപ്പണമാക്കിയില്ലേ? അപ്പം പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്കും അരാജകത്തിൽ നിന്ന് അരാജകത്വത്തിലേക്കും ഉത്തരവാദിത്തമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് നിരന്തരം ജന്മം കൊടുത്തുകൊണ്ട് പൊട്ടിത്തെറിക്കാനും കൊല്ലാനും നാട് വിട്ടുപോകാനും ഉതകുന്ന വിധത്തിലുള്ള സമൂഹത്തെ അവിടെ വാർത്തെടുത്തു. അപ്പം അത്തരം ഒരു സമൂഹത്തിലേക്കാണ് മറ്റു മതസ്ഥരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാര്യം ചിന്തിക്കുക, ഇതൊരു ആഗോള ഭീഷണിയായി മാറുകയാണ്. നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും ഈ മതം ഇവിടെ പ്രചരിപ്പിച്ചാൽ. നിങ്ങൾക്ക് തന്നെ സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങൾ മാത്രമാകുമ്പോഴോ തമ്മിൽ ഉന്മൂലനം തുടങ്ങും. അതുകൊണ്ട് വാളെടുക്കുന്നവൻ വാളാലെ എന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രവചനം എം അക്ബറിനെ പോലെയുള്ള ജാക്കിർ നായിക്കിനെ പോലെയുള്ള അന്യമത വിമർശകരുടെ മനസാക്ഷിയുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്.